ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് അവൽ കൊണ്ട് മിക്സ്ചർ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 5 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ സ്വീറ്റ് അവൽ മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏലക്കയ്ക്ക് പകരം നമുക്ക് ഏലക്ക പൊടിയും ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്താൽ മതി. ഇനി ഇത് പൊടിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മിക്സ്ചറിന് വേണ്ടിയിട്ടുള്ള എല്ലാം വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. എണ്ണയുടെ അളവ് നമുക്ക് വറുത്തെടുക്കാൻ പാകത്തിനങ്ങ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണ മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ചൂടായി വരണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കരുത്, കരിഞ്ഞു പോവും. എണ്ണ നല്ലവണ്ണം ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 1-2 അവല് ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ താന്നു പോകാതെ മുകളിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ ചൂടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം അവലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. എല്ലാ അവലും കൂടി ഒന്നിച്ചിട്ടിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. നമുക്ക് പകുതിയായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇട്ട ഉടനെ തന്നെ അവൽ പൊങ്ങി വരും കേട്ടോ. അപ്പം തന്നെ നമ്മൾ കോരി മാറ്റുകയും ചെയ്യണം. ഈ അവൽ ചെറുതായതുകൊണ്ട് കോരി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്തിടാം. അവൽ വറുത്ത് മാറ്റുമ്പോൾ ചിലപ്പോൾ എണ്ണയുടെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പപ്പടം വറുക്കുമ്പോൾ കളർ മാറി വരില്ലേ, ആ പപ്പടത്തിലിരിക്കുന്ന പൊടി കൊണ്ടാണ്. അതുപോലെ അവലിലിരിക്കുന്ന പൊടി കൊണ്ടാണ് ഈ എണ്ണയുടെ കളർ മാറിയത്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി അവലും വറുത്തെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്വീറ്റ് മിക്സ്ചറിൽ വെള്ള അവലാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വെള്ള അവൽ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ചുവന്ന അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം അവൽ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ വറുത്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പിടി പൊട്ടുകടല എടുത്തിട്ടുണ്ട്, 10 ബദാം 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, 10 അണ്ടിപ്പരിപ്പ് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട്, ഒരു പിടി ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുള്ളത് എടുത്താൽ മതി. ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെറുതെ അവൽ വറുത്തിട്ട് പഞ്ചസാരയും ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം ചേർത്താൽ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണ ചൂടായിട്ട് കിടക്കാണ്. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വറന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വരട്ടെ. തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ബദാമും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും പൊട്ടുകടലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി മാറ്റാണ്. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് കപ്പലണ്ടിയാണ്. ഞാനൊരു പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പോളം വരും. കപ്പലണ്ടി ചേർക്കുന്നതിനൊന്നും അളവില്ല, അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മിക്കവർക്കും മിക്സറിലൊക്കെ കിടക്കുന്ന കപ്പലണ്ടി നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. മീഡിയം തീയിലിട്ടിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം. കൂടുതലിട്ട് വറുത്താലും കപ്പലണ്ടി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മിക്സർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അവൽ ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും പൊട്ടുകടലയും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി, അത് ഞാൻ നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടിഞ്ഞു പോകാതെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിക്സ്ചർ പോലെ തന്നെ കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറാണിത്. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ള കപ്പലണ്ടിയും ബദാമും ഒക്കെ ചേർത്തില്ലെങ്കിലും നമുക്ക് അവൽ മാത്രം വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക.
കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.